പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് 11-ന് വടകരയിൽ സ്വീകരണം നൽകും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഒന്തം ഓവർബ്രിഡ്ജിൽ നിന്നും ഘോഷയാത്രയായി കോട്ടപ്പറമ്പിലേക്ക് നയിക്കും. കോൺഗ്രസ് എസിൽ നിന്നും രാജിവെച്ച കോൺഗ്രസിലേക്ക് വന്നവർക്കുള്ള സ്വീകരണവും ഇതോടൊപ്പം നടക്കും. മറ്റന്നാൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗയാത്ര വടകരയിൽ എത്തിച്ചേരുക. ഈ മാസം 6-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച പുതുയുഗയാത്രയാണ് വടകര നിയോജകമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പുതുയുഗ യാത്രയുടെ പ്രസക്തിയെ സംബന്ധിച്ച് പറയേണ്ട കാര്യമില്ല. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനോടടുപ്പിച്ചാണ് പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ പുതുയുഗ യാത്ര നടത്തുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ UDF കൈവരിച്ച നേട്ടം എന്ന് പറയുന്നത് എടുത്ത് പറയത്തക്കുള്ള നേട്ടമാണ്. 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ UDF മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചത്. പക്ഷേ 2010 പിന്തള്ളിക്കൊണ്ടാണ് 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അത് ഗ്രാമപഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്തും ഒക്കെ വലിയ ശതമാനം കോൺഗ്രസ് UDF മുന്നണിക്ക് കരസ്ഥമാക്കി മുന്നോട്ട് വരാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ കേരളത്തിലെ 9.25 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണ വിരുദ്ധ വികാരം കേരളത്തിൽ അലയടിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പരിപാടിയുമായി പ്രതിപക്ഷ നേതാവ് വരുന്നത്. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക. ആ ജനങ്ങളുടെ പ്രതികരണമാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ കേരളത്തിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ പിഴുതെറിഞ്ഞുകൊണ്ട് കേരളത്തിലൊരു ജനകീയ സർക്കാർ ഉണ്ടാവണം. ആ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ആളുകൾ പങ്കെടുക്കണം. ജനങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പുതുയുഗ യാത്ര നമ്മൾ വടകരയിൽ എത്തിച്ചേരുന്നത്. വടകരയിൽ എത്തിച്ചേരുന്നത് 2:30 മണിക്കാണ് വടകരയിൽ എത്തിച്ചേരുന്നത്. നമ്മളെ കോഴിക്കോട് ജില്ലയിലെ രാവിലെ കാലത്ത് ആരംഭിക്കുന്നത് കുറ്റ്യാടിയിൽ നിന്നാണ്. കുറ്റ്യാടിയിൽ നിന്ന് തുടങ്ങി പിന്നെ അത് നാദാപുരത്തെത്തി 3ാമത്തെ പോയിൻ്റാണ് വടകരയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ വടകരയിൽ നമ്മളിതിന് വിപുലമായി ഈ യാത്രയെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ് UDF RMP മുന്നണികൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ താഴെയങ്ങാടിക്ക് പോകുന്ന ഓവർബ്രിഡ്ജിൻ്റെ സമീപത്ത് നിന്നാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ പ്രതിപക്ഷ നേതാവിനെ സ്വീകരിച്ച് കോട്ടപ്പറമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോട്ടപ്പറമ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ പുതുയുഗ യാത്രയെ സംബന്ധിച്ച് ആ കോട്ടപ്പറമ്പിൽ നടക്കുന്ന യാത്ര അത് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു യാത്രയായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഈ മാസം 6-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര എല്ലാ സ്ഥലങ്ങളിലും എത്തുമ്പോഴും ആ ജനങ്ങൾ ശക്തമായി വലിയ ഒരു ജനസഞ്ചയം തന്നെ ഈ യാത്രയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിപ്പോൾ വടകരയിലെ പുതുയുഗ യാത്ര എത്തിച്ചേരുമ്പോൾ വടകരയിൽ നിന്നുള്ള വടകര നിയോജകമണ്ഡലത്തിലെ ഏകദേശം ഒരു 8000-ഓളം പ്രവർത്തകർ ഈ പുതുയുഗ യാത്രയെ സ്വീകരിക്കാൻ വേണ്ടി വടകരയിൽ എത്തിച്ചേരും. അപ്പോൾ അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് എസ് എന്ന് രാജിവെച്ച ജില്ലാ പ്രസിഡന്റ് ഗോപാലൻ മാഷ് ഉൾപ്പെടെയുള്ള അവരുടെ നേതൃത്വ നിരയും പ്രവർത്തകരും ആ പരിപാടിയിൽ പങ്കെടുക്കും. നേതാക്കന്മാർ ആ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വീകരണ പരിപാടിയിലെത്തും. ആ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വീകരണ പരിപാടി വെച്ച് നേതാക്കളെയൊക്കെ തന്നെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുന്ന ഒരു ചടങ്ങും വടകര കോട്ടപ്പറമ്പിലുണ്ട്. ഇപ്പോൾ ഗോപാലൻ മാഷ് എപ്പോഴും കോൺഗ്രസ് എസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി പ്രവർത്തിച്ച അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും പ്രവർത്തകരും ഒക്കെ നേതാക്കന്മാർ പ്രവർത്തകരൊക്കെ കോൺഗ്രസിലേക്ക് വരുന്നത് ഈ കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അതുകൊണ്ട് നമ്മളെ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വടകരയിലുള്ള സ്വീകരണ പരിപാടി വമ്പിച്ച രീതിയിൽ വിജയിപ്പിക്കാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നേരെ ബാലുശ്ശേരിയാണ് അന്നത്തെ സമാപനം. ഇവിടുന്ന് നേരെ കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി. LDF സർക്കാരിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായി ഉണ്ടായിരിക്കുന്ന ജനരോഷമുണ്ട്. ആ ജനരോഷത്തിൻ്റെ ഒരു കാരണമാണ് നമ്മൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഈ 9.5 വർഷത്തെ ജനങ്ങൾ തിരസ്കരിക്കപ്പെട്ട ഒരു ഗവൺമെൻറ്,
അത് സാധാരണക്കാരുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും എടുത്ത് കാണിക്കുമ്പോൾ എടുത്ത് പറയേണ്ട ഒട്ടനവധി അഴിമതി കാലങ്ങളാണെങ്കിൽ മാത്രമല്ല, നിത്യോപയോഗ സാധനങ്ങൾ വിലക്കയറ്റമാണെങ്കിൽ സാരമില്ല, ആരോഗ്യ മേഖലയാണെങ്കിലും അതല്ല, സമസ്ത മേഖലയും പരാജയപ്പെട്ട ഒരു സർക്കാർ. അപ്പോൾ ഈ സർക്കാരിൻ്റെ ജനങ്ങളിടയിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ഈ പുതുയുഗ യാത്രയുമായി പ്രതിപക്ഷ നേതാവ് കാസർഗോഡ് ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ ഗോപാലൻ മാഷി പോലെ ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസ് എസിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും അവിടെ നേതാക്കളെയൊക്കെ ഞങ്ങൾ വടകര കോട്ടപ്പുറമ്പിൽ വെച്ച് സ്വീകരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടുപിടിച്ചത് ആരാന്ന് പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടുപിടിച്ചത് CPM ആണ് കാലങ്ങളായി. അത് നമുക്ക് പരസ്യമായ സംഭവമല്ലേ. ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം മുന്നണിക്ക് വോട്ട് ചെയ്യുന്നുണ്ടാവും. നമ്മളൊരു പരസ്യമായൊരു ധാരണയായിട്ടും പിന്നെ ജമാഅത്തെ ഇസ്ലാമായിട്ട് ഒരു പരസ്യമായൊരു നീക്കുപോക്ക് ധാരണയുണ്ടാവും. ഞങ്ങൾ മുന്നണിയിലേ അല്ല, അവർ പാർട്ടി മുന്നണിയിലേ അല്ലല്ലോ. ഇത് കാലങ്ങളായി പറയുന്നല്ലേ, OGP കാലങ്ങളായി. ഇത് അവർക്ക് ഒന്നും പറയാനില്ലാത്തരം അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ UDF താല്പര്യമില്ല. ഈ പരസ്യമായിട്ട് സംബന്ധിച്ചിടത്തോളം UDF മുന്നണിന്റെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ജമാഅത്ത് ഇസ്ലാമി കക്ഷിയല്ല. പിന്നെ ജമാഅത്ത് ഇസ്ലാമിന്റെ പിന്തുണ അവർ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ വേണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. അതിന് മുമ്പേ CPM ഇതൊക്കെ മേടിക്കുന്നേരം ജമാഅത്ത് ഇസ്ലാമി ഏറ്റവും നല്ല സംഘടനയായിരുന്നു. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകരയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ഫെബ്രുവരി 5 മുതൽ 11 വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ. മനസ്സിനിണങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷന് പുറമെ ട്രെൻഡി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.